അങ്ങനെ എളുപ്പം മായ്ച്ചു കളയാൻ കഴിയില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു ദിവസം കൂടിയാണിത്. അപ്പോൾ ആമുഖത്തിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. ഹരിതസുക്കിൽ എങ്ങനെയാണ് ഇന്നത്തെ വിധിയെയും അതുപോലെ തന്നെ ഫെഡറലിസം ഉൾപ്പെടെയുള്ള സങ്കല്പനങ്ങളും ഇന്ത്യയിൽ എങ്ങനെയാണ് ഇനിയും അതിജീവിക്കാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്, എത്രത്തോളം കോടതികളുടെ സംരക്ഷണത്തിൽ ഈ വാക്കുകൾക്ക് നിലനിൽക്കാൻ വേണ്ടി പറ്റും, അതിന് നമ്മുടെ രാജ്യവും ഭരണഘടനയും ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ രീതിക്കനുസരിച്ചിരിക്കും ഇതിൻ്റെ മുന്നോട്ട് പോക്ക് എന്ന് ഭരണഘടനാ നിർമ്മാണ ശില്പി എന്നുള്ള രീതിയിൽ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോടതിയിലും ജീവിതത്തിലും ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇന്നത്തെ പേപ്പറും വായിച്ചിട്ടില്ല, എന്നത് ഈ ജഡ്ജ്മെൻറ്റും വായിച്ചില്ല. പക്ഷേ കേട്ടത് സോഷ്യലിസം, മതേതരത്വം എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 1975 അടിയന്തരാവസ്ഥയുടെ സമയത്ത് വന്ന നിരവധി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നിരവധി ഭരണഘടനാ ഭേദഗതികളുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തതാണ് എന്നും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ഈ രണ്ട് സങ്കല്പനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് ചേർക്കാതിരുന്നത്. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുമുള്ള ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട് രീതിയിൽ ഇത് പറയാറുണ്ട്. ഈ അടിയന്തരാവസ്ഥയുടെ എല്ലാ തിന്മകളെയും ഒഴിവാക്കുന്ന കൂട്ടത്തിൽ ഈ വാക്കുകളും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോലുള്ള ഉള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അടിയന്തരാവസ്ഥയുടെ ഭീകരതകൾ അനുഭവിച്ച ആളുകൾക്കും അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ അതല്ലാതെ ഈ സങ്കല്പനങ്ങളോട് പ്രത്യക്ഷത്തിൽ തന്നെ വിയോജിപ്പുള്ള ആളുകൾ അവരുടെ ആശയ പരിസരങ്ങളിൽ നിന്നുകൊണ്ടും പറയാറുണ്ട്. ഈ രണ്ട് സങ്കല്പങ്ങൾ, ഇപ്പോൾ മതേതരത്വത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മതേതരത്വം എന്നുള്ള വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KT ഷാ 3 തവണ മറ്റോ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയും